നമുക്കറിയാം ലക്ഷങ്ങളാണ് പൊങ്കാലയിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും വിശ്വാസികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മനോഹരമായ ഒരു വാക്ക് തിരുവനന്തപുരം പാളയം ഇമാമിൻ്റെ ജുമാ പ്രസംഗത്തിൽ നമ്മൾ കേട്ടു. വിശ്വാസി സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റു സമുദായത്തെ സ്നേഹിക്കണം. എങ്ങനെയെന്നാൽ 2 ദിവസം കഴിഞ്ഞാൽ അവരുടെ പൊങ്കാല മഹോത്സവം തിരുവനന്തപുരത്ത് അരങ്ങേറുകയാണ്. അതിൽ വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും സ്വീകരിക്കണം. ഭക്ഷണം കൊടുത്തും വെള്ളം കൊടുത്തും. നല്ല ചൂട് കാലമാണ്, അവരെ സ്വീകരിക്കാൻ മറക്കരുത് എന്ന ആഹ്വാനം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു എന്നതാണ് വലിയ കാര്യം. കേരളത്തെ അപമാനിക്കാൻ വേണ്ടി കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് സിനിമയെടുക്കുന്നവർക്ക്, അതുവഴി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ. ഇമാമിനെ ഇന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ചെന്ന് പൊന്നാടയണിക്കുമ്പോൾ അത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു.